എഫേർട്ടിന്റെ ഒന്നുമല്ല, പടം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അത് മാത്രം ഭയങ്കര സന്തോഷമുണ്ട്. അതുകൊണ്ട് കോമഡി ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. നമ്മൾ ഷൂട്ട് സമയത്തൊക്കെ കാണുന്നത് തന്നെയായിരുന്നു. പിന്നെ അവൻ ലിയോ എന്നൊക്കെയല്ലേ വരുന്നത്. അപ്പോൾ ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു? മാത്യൂസ് ഒക്കെ എങ്ങനെ വാർത്തോ? മോളെ എങ്ങനെ പടം കണ്ട് ഇഷ്ടപ്പെട്ടോ? പേടിപ്പിച്ചോ? സിനിമ നല്ല ഒരു നാടൻ വൈബുള്ള ഒരു സിനിമയായിട്ടാണ് തോന്നിയത്. ഒരു 90s സെറ്റ് ചെയ്ത ആ ഒരു കാലഘട്ടത്തിലെ കഥ രസകരമായിട്ട് ഒരു വൺ ടൈം വാച്ചബിളായിട്ട്, അങ്ങനെ അതിഗംഭീര സിനിമയായിട്ടൊന്നും അങ്ങനെയല്ല. പക്ഷെ നമുക്ക് കണ്ടിരിക്കുമ്പോൾ ബോറടിക്കാത്ത ഒരു നോർമൽ സ്റ്റോറി ലൈൻ, ഒരു നാട്ടിൻപുറത്ത് നടക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു കഥയാണ്. അത് രസകരമായിട്ട് സിനിമയിൽ വന്നിട്ടുണ്ട്. ഒരു കോമഡിയൊക്കെ ആയിട്ട് ഫസ്റ്റ് ഹാഫ് പോയിട്ട് പിന്നെ അതിനകത്തൊരു മിസ്റ്ററി വന്നു. ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഒരു ആക്ഷൻ സീനൊക്കെ ആയിട്ട് വേടൻ്റെ പാട്ടും അത് നന്നായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് സിനിമയ്ക്കകത്ത്. മൊത്തത്തിൽ കണ്ടിരിക്കാവുന്ന രസകരമായ ഒരു ചിത്രമായിട്ടാണ് തോന്നിയത്. ഈ 90s കാലഘട്ടത്തിലെ കഥ പറയുന്ന കുറേ സിനിമകൾ ഇപ്പോൾ റീസെൻ്റ്ലി. അതെ അതെ അപ്പോൾ അതിൽ നിന്ന് എന്താണ് നൈറ്റ് റൈഡേഴ്സ്? അല്ല, നൈറ്റ് റൈഡേഴ്സ് അതെ. പക്ഷേ അതിനകത്ത് വ്യത്യസ്തമായി അതിനകത്ത് എടുത്തിരിക്കുന്ന രീതിയൊക്കെ നല്ല രസകരമായിട്ടാണ് വന്നിട്ടുണ്ട്. കാരണം അത് ഒരുപാട് മിത്തുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ റിയലായിട്ട് അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്. പിന്നെ അവസാനം ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ അത് രസകരമായിട്ട് ആ ഒരു മിത്തിനെ അതിനകത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ആ ഗ്രാമീണ പശ്ചാത്തലം തന്നെയാണ് ഈ സിനിമയിൽ ആ 90s നടക്കുന്നത്. അത് നല്ല രസകരമായിട്ട് ആ കാലഘട്ടത്തിൽ ജീവിച്ചവർക്ക് തീർച്ചയായും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറി ലൈൻ തന്നെയാണ്. പിന്നെ മാത്യു അതുപോലെ തന്നെ കൂടുതൽ ന്യൂജൻ സിനിമകളിൽ അഭിനയിച്ച് ഇങ്ങനെ ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്കുള്ള കഥ കാണിച്ചപ്പോൾ ആ ഒരു ക്യാരക്ടർ നന്നായിട്ട് ചെയ്തതായിട്ടാണ് ഫീൽ ചെയ്തത്. കൂടെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും നന്നായിട്ടുണ്ട്. ശരത്സഭയാണെങ്കിലും ഹീറോയിൻ മീനാക്ഷി ആണെങ്കിലും എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ആക്ഷൻ രംഗങ്ങളിൽ മറ്റേ പേടിപ്പെടുത്തുന്ന 1-2 സ്കെയർ ജമ്പ് സീനുകളൊക്കെ ഉണ്ട്. അതൊക്കെ തിയേറ്ററിൽ നന്നായിട്ട് വർക്കൗട്ടായിട്ട്. പടം മൊത്തത്തിൽ ആക്ഷൻ ആണോ, കോമഡി ആണോ, ഹൊറർ ആണോ? എല്ലാം മിക്സ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ ഔട്ട്കം വന്നിട്ടുണ്ട്. തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. പടം നമ്മുടെ എല്ലാവരുടെ പടങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ആക്ഷൻ വൈസ് ആയാലും പെർഫോമൻസ് വൈസ് ആയാലും എങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവും? അങ്ങനെ ഒരു കമ്പാരിസൺ ഇല്ല. ഓരോന്നും ഓരോ ജോണറിൽ വരുന്നതാണല്ലോ. അപ്പോൾ ഇതിൽ പെർഫോമൻസ് വൈസ് എല്ലാവരുടെയും നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ഇപ്പം നമ്മളെ ലാസ്റ്റ് സീക്വൻസിലൊക്കെ വരുന്ന അബു സലീം ചേട്ടൻ്റെ പെർഫോമൻസ് ആണെങ്കിലും ശരത്തേട്ടൻ്റെ പെർഫോമൻസ് ആണെങ്കിലും എല്ലാവരുടെയും നല്ല പെർഫോമൻസ് ആയിരുന്നു. നല്ല പടം, എല്ലാവരും കാണണം. എല്ലാവരും മാത്യൂസിൻ്റെ പെർഫോമൻസ് ഞെട്ടിച്ചിട്ടുണ്ട്. നോക്ക് ധൃതിപിടിക്കാൻ അടിപൊളി സിനിമയാണ്. എല്ലാവരും കണ്ടു നോക്കുക. ഞങ്ങളെല്ലാവരും എന്താ പറയണ്ടതെന്ന് അറിയാം. ഇന്നലെ ഇമോഷണലായിട്ട് അല്ല, അതെ, ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള സിനിമയാണ്. എന്തായാലും ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ എന്തൊക്കെയുള്ളൂ എനിക്ക് പറയാനില്ല. തിയേറ്ററിൽ ആൾക്കാരോട് കണ്ടപ്പോൾ ഉണ്ടായിരുന്നു. എടത് ഇതിപ്പോ കൂടുതലും ഒരു പ്രിവ്യൂ പോലെയാണല്ലോ. വൈകുന്നേരങ്ങളിൽ കുറെ കൂടി കാണുമ്പോൾ മനസ്സിലാവും. എന്നാലും ആൾക്കാർക്ക് ഭയങ്കര ക്ലാപ്പും പരിപാടിയും തമാശകൾ എൻജോയ് ചെയ്യുന്നതും ചിരിക്കാനൊക്കെ ഒരുപാടുള്ളതുകൊണ്ട് വർക്കാവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അല്ലേ? നല്ല പ്രതീക്ഷ. ഇതിപ്പോ കോമഡി ഉണ്ട്. അതെ അതെ അപ്പൊ ഇനി ഫുള്ളാവട്ടെ, അപ്പൊ ഹൗസ്ഫുൾ ആവട്ടെ. എല്ലാം ഫുള്ളായിട്ടിരിക്കുന്ന ഒരു പടത്തിന് വേണ്ടി ഹൗസ്ഫുൾ ആവണമല്ലോ. മാത്യൂസിന്റെ പെർഫോമൻസ് ആക്ഷൻ ആയാലും ശരി, ഇതുവരെ കണ്ടു ഒരുപാട് പെർഫോം ചെയ്യാൻ പറ്റിയ ഒരു ഇതാണ്. മാത്യു അല്ലെങ്കിൽ ഭയങ്കര പൊട്ടൻഷ്യൽ ആക്ടറല്ലേ. മാത്യു ഉണ്ടെങ്കിൽ നക്സലിലാണെങ്കിൽ ഒരു ഒരുമിച്ച് വന്നു. ആദ്യത്തെ പടത്തിൽ തന്നെ ഭയങ്കരമായിട്ട് സ്കോർ കളിക്കുന്നത് മുളകിലാണ് മാത്യുവിന് എൻ്റർ ചെയ്തതിൻ്റെ ഓർമ്മ. അപ്പോൾ ആ പടം പോലെ തന്നെ നമുക്ക് ഗംഭീരത ചെയ്യുന്നൊരു ആക്ടറാണ്. അപ്പോൾ ഒരു ഹിറ്റ് അനിവാര്യമാണ്. ആ ഹിറ്റ് ഇതായിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. വൈകുന്നേരത്തെ ഷോകളിലും എല്ലാവരും ഹാപ്പിയായിട്ട് കുടുംബങ്ങളെല്ലാം മരിച്ചു കയറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ടപ്പോൾ എന്റർടൈനിങ് ആയിട്ട് തോന്നി. നിങ്ങളൊക്കെ കണ്ടിട്ട് പറ. നിങ്ങളൊക്കെ കണ്ടില്ലേ? പോലീസ് വേഷം. താങ്ക് യു മാം. താങ്ക് യു. എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു എക്സ്പീരിയൻസ്? FDFS ആണ്. അതെ നല്ല പടം കണ്ടിറങ്ങുന്ന സമയത്ത് സെയിം ഫീലിംഗ് ആണ്. എല്ലാവരും നല്ല അഭിപ്രായം പറയുന്ന സമയത്ത് ഒരു ഭയങ്കര സെയിം ഫീലിംഗ് ആണ്. നല്ല സന്തോഷം തോന്നുന്നുണ്ട്. സെറ്റിലൊക്കെ നിങ്ങൾ ഈ ഒരു വൈബ് തന്നെയായിരുന്നു നിങ്ങൾ 3 പേര്? ഏതാ
സെറ്റിലൊക്കെ നിങ്ങൾ ഈ ഒരു വൈബ് തന്നെയായിരുന്നു? അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ എന്തായാലും പടത്തിലുണ്ടെന്ന് കാണും നമ്മൾ കണ്ടപ്പോഴും മനസ്സിലാകുന്നു. നല്ല ഇതാ കമ്പനി, നല്ലൊരു ഫ്ലോ ഉണ്ട്. ഫുള്ളി പാക്കേജ് ആയിട്ടുള്ള പടമാണ്, എല്ലാം ഉണ്ട് ഇതിനകത്ത്. ആക്ഷൻ ഉണ്ട്, കോമഡി ഉണ്ട്, ഹൊററുണ്ട്, എല്ലാം. അല്ല, ഞങ്ങൾ പ്രൊമോഷന് ഇതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പ്രൊമോഷൻ ചെയ്തുകൊണ്ടിരുന്നത്. ആക്ഷനുണ്ട്, കോമഡി ഉണ്ട്, ഹൊററുണ്ട്, റൊമാൻസ് ഉണ്ട്, ഫൈറ്റ് ഉണ്ട്. ഫൈറ്റ് ആക്ഷൻ ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പ്രേക്ഷകരുടെ അടുത്ത് അത് പറയുന്ന സമയത്ത് അവർ ഇങ്ങോട്ട് പറയുന്നുണ്ട്. ഈ കാര്യം തന്നെ ഇങ്ങോട്ട് പറയുന്ന സമയത്ത് നമുക്ക് സന്തോഷമുണ്ട്. നല്ല അടിപൊളിയായിരുന്നു, നല്ല അഭിപ്രായമാണ്. ഈ വേഷം തന്ന സാറിനുണ്ട്, നൗഫൽ സാറുണ്ട്, സംവിധായകരുടെ എൻ്റെ പ്രത്യേക നന്ദി ഞാൻ പറയുന്നു. കാരണം ഇത്രയും നല്ലൊരു വേഷം നന്നായിട്ട് എടുത്തത് എൻ്റെ കൈകളിൽ അത് ഭദ്രമാകുന്നു അദ്ദേഹത്തിൻ്റെ ആ വിശ്വാസം ഞാൻ എന്തായാലും ചെയ്തിട്ടുണ്ടെന്ന് എൻ്റെ വിശ്വാസം. അതെ